ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 37 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. താവന്ത്വന്മനസൈവ നാരദമുനി പ്രോജേ സഭോജേശ്വരം യൂയം നന്വസുരാ സുരാച്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവീ സാഹരിൻ ഭവൻവദകൃതേ ഭാവീ സുരപ്രാർത്ഥനാൻ ഇത്യാഗം നിയതൂൻ അദൂതുന അസൗ ശൗരേച്ച സൂനൂനഹൻ. അന്വയം അർത്ഥം. താവൻ അപ്പോൾ, തൻ മനസ്സായേവ ഭഗവാന്റെ ഇച്ഛ നിമിത്തം തന്നെ, സ നാരദമുനി ത്രികാലജ്ഞനായ നാരദ മഹർഷി ഭോജേശ്വരം കംസനോട് പ്രോജേ പറഞ്ഞു, ഹേ പ്രഭു, അല്ലയോ രാജാവേ, യൂയം അസുര അനുയാദവ സുരാച്ച. യൂയം അസുര നനു, നിങ്ങൾ അസുരന്മാരാണ്. യാദവ സുരാച്ച, യാദവന്മാർ ദേവന്മാരുമാണ്. കിം ന ജാനാസി, ഈ സത്യം അറിയുന്നില്ലേ. മായാവി, മായാസഹിതനായ, സ ഹരി, ആ മഹാവിഷ്ണു, സുരപ്രാർത്ഥനാൻ, ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ചാണ്, ഭവദ്വദകൃതേ, അങ്ങയുടെ വധത്തിനു വേണ്ടി, ഭാവി, ജനിക്കാൻ പോകുന്നത്. ഇതി ആകർണ്യ, എന്ന വാക്ക് കേട്ട്, അസൗ, ആ കംസൻ, യദൂൻ, യാദവന്മാരെയെല്ലാം, അദൂതുനൻ, അവരുടെ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറുകയും, ശൗരേ, വസുദേവരുടെ, പുത്രാൻ, പുത്രന്മാരെ, അഹൻച, വരിക്കുകയും ചെയ്തു. ഹരിവും. സാരം. അപ്പോൾ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് നാരദ മഹർഷി മധുരയിലെത്തി. കംസാദികൾ അസുരന്മാരാണെന്നും യാദവന്മാർ ദേവന്മാരാണെന്നും അസുര നാശനത്തിനും ദേവ സംരക്ഷണത്തിനും വേണ്ടി ഭഗവാൻ താമസിയാതെ ജനിക്കുമെന്നും മായാവിയായ ഭഗവാന്റെ ചെയ്തികൾ ആർക്കും അറിയാൻ പാടില്ലാത്തതിനാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി കരുതലുകൾ ഉണ്ടായിരിക്കണമെന്നും കംസനെ ധരിപ്പിച്ചപ്പോൾ കംസൻ ദേവകീപുത്രന്മാരെ വധിച്ചു കളഞ്ഞു. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. പ്രാപ്തേ സപ്തമഗർഭനാം അഖിപദൗ ത്വത്പ്രേരണാത്മായയാ നീതേ മാധവരോഹിണീം ത്വമവിഭോ സച്ചിൻ സുഖൈകാത്മകാം ദേവക്യാ ജഡരം വിവേശിത വിഭോ സംസ്തൂയമാനാസുരൈ സാ ത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിപരാം ദേഹി മേ. അന്വയം അർത്ഥം. ഭോ മാധവ, അല്ലയോ ലക്ഷ്മീപതി, ദേവക്യ, ദേവകിയുടെ, സപ്തമ ഗർഭരാം, ഏഴാമത്തെ ഗർഭത്തെ, പ്രാപ്തേ, പ്രാപിച്ചവനായ, അഖിപദൗ, ആദിശേഷൻ, ത്വത്പ്രേരണാൻ, അങ്ങയുടെ പ്രേരണ കൊണ്ട്, മായയാ, മായയാൽ, രോഹിണീ നീരേ, രോഹിണിയിലേക്ക് പകർന്നപ്പോൾ, സച്ചിൽ സുഖൈകാത്മക, സത്തു ചിത്താനന്ദ സ്വരൂപത്തോടു കൂടിയ, തുമഭി, അങ്ങും, ഹേ വിഭോ, അല്ലയോ ലോകനാഥ, സുരൈ, ദേവന്മാരാൽ, സംസ്തൂയമാന, സ്തുതിക്കപ്പെട്ടവനായി, ദേവക്യ, ദേവകിയുടെ, ജഡരം, ഉദരത്തെ, വിവേശിത, പ്രവേശിച്ചു. ഹേ കൃഷ്ണ, കൃഷ്ണസ്വരൂപനായ ഭഗവാൻ, സത്വം, ദേവകീ ജഡരത്തിൽ പ്രവേശിച്ച ആ അങ്ങേ രോഗപടലിയും രോഗസമൂഹത്തെ വിധൂയ മാറ്റി
പരാം ഭക്തിം പരമമായ ഭക്തിയെ മേ ദേഹി എനിക്ക് നൽകിയാലും. ഹരിവും. സാരം: ഏഴാമത്തെ ഗർഭത്തിൽ ആദിശേഷൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആവിർഭാവത്തിന് സമയമായി. ആ ഗർഭം യോഗിയുടെ ഉദരത്തിലേക്ക് മാറ്റപ്പെടുകയും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ദേവകിയുടെ ഉദരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 30